ഹലോ എവരി വൺ, വെൽക്കം ടു കാറക്സ്. ഇന്ന് നമ്മൾ ഹുണ്ടായുടെ ഏറ്റവും പുതിയ റെറ്റയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. പുതിയ ക്രെറ്റ ശരിക്കും പഴയ മോഡൽ ക്രെറ്റയായിട്ട് നോക്കുമ്പോഴത്തേക്കും നല്ല ഹൈ റൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു ബോണറ്റ് ആണ്. അതായത് പഴയ ക്രെറ്റ പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്ലാൻഡ് ചെയ്തായിരുന്നു ആ ഒരു ബോണറ്റ്. ഇപ്പൊ ഒരു കുറച്ചുകൂടെ ഒരു SUV പ്രോമിസിങ് ലുക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ രണ്ട് സൈഡിൽ നല്ല പവർ ലൈൻസ് ഒക്കെ വരും. മൊത്തം ഒരു 4 ലൈൻസ് വരുന്നുണ്ട് ബോണറ്റില്. പിന്നെ മെയിൻ ആയിട്ട് ഈ വലിയ ഗ്രില്ലാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. ഈ ഒരു ബ്ലാക്ക് ഒരു ക്രോമിയം ഫിനിഷിലുള്ള ഒരു സ്ലാറ്റുകളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ 3 സ്ലാറ്റ് പോലെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹുണ്ടായുടെ ഒരു വലിയ ലോഗോ. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഈ DRLs ആണ്. ഈ DRL ഇങ്ങനെ വന്ന് ഇത് കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ സെന്ററിലോട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് എലമെന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് വെഹിക്കിളിന്. പിന്നെ ഓവറോൾ നോക്കുമ്പോൾ തന്നെ ഒരു പക്ക ഒരു SUVയുടെ സ്റ്റാൻസ് ഫീൽ ചെയ്യിക്കുന്ന രീതിയിലാണ് ആ ഫ്രണ്ട് ഡിസൈൻ മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ നേരെ വരുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതായത് ഹസാർഡ് ഇടുമ്പോൾ വരത്തില്ല, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ആ ഒരു സീക്വൻഷ്യൽ ആയിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ പോകുന്ന രീതിയിൽ അതാണ് സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ടിലും ബാക്കിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നേരെ താഴേക്ക് വരുമ്പോഴത്തേക്കിനും LED ഹെഡ്ലാംപ്സ് ആണ്. അത് ക്വാഡ് ബീം ഹെഡ്ലാംപ്സ് എന്നാണ് നമ്മൾ ഹുണ്ടായി പറയുന്നത്. അത് ക്വാഡ് ബീം എന്ന് ഉദ്ദേശിക്കുന്നത് 2 സ്ലോട്ട്, അതായത് മൊത്തം വരുമ്പോൾ 4, അതാണ് ഈ ക്വാഡ് ബീം എന്ന് ഉദ്ദേശിക്കുന്നത്. മുകളിലും താഴോട്ട് 2 സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു ഡിസൈൻ എലമെന്റ് ആയിട്ട് നിൽക്കുന്നത്. ഫോഗ് ലാംപ്സ് വരുന്നില്ല നമുക്ക്. അതിപ്പോ ഇവിടെ ഈ താഴെയാണ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് വന്നത്. അപ്പൊ പിന്നെ ഫോഗ് ലാമ്പിന്റെ ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് കമ്പനി ആ രീതിയിൽ ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലും നമുക്ക് സെൻസേഴ്സ് വരുന്നുണ്ട്. താഴെ എയർ ഡാം. ഇത് നമ്മുടെ അഡാസ് ലെവൽ 2 വരുന്നുണ്ട് ഇപ്പൊ വെഹിക്കിളിന്. അതിന്റെ റഡാർ യൂണിറ്റ് ആണ് ഈ കാണുന്നത്. അതിന്റെ സെൻസറും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് യോജിപ്പിച്ചേക്കുന്നത്. ഈ ഗ്രില്ല് നല്ല രീതിയിൽ ഓപ്പണിംഗ് ആണ്, നമുക്ക് കാണാൻ കണ്ടോ, നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അതിന്റെ ഇവിടെ 360 ക്യാമറയുടെ ക്യാമറ വരുന്നുണ്ട്. പിന്നെ ഈ താഴത്തെ ഈ ഒരു എലമെന്റ് ഒരു നല്ല ഒരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷിലാണ് വരുന്നത്. ഈ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ വരുന്ന ഈ ഒരു ബമ്പറിന്റെ ഈ ഒരു ട്രീറ്റ്മെന്റ്. ഇവിടെ എല്ലാം പിയാനോ ബ്ലാക്ക് ഫിനിഷും ഈ ഒരു ബ്ലാക്ക് ഒരു ക്രോമിയം ഡാർക്ക് ക്രോമിയം ഫിനിഷിലുമാണ് കൊടുത്തേക്കുന്നത് ആ ഗ്രില്ല് മൊത്തത്തില്. പിന്നെ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് 1.5 ലിറ്റർ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. SX ഓപ്ഷൻ എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. മാനുവൽ ട്രാൻസ്മിഷൻ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ സൈഡ് ഡിസൈനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് 17 ഇഞ്ചിന്റെ അലോയ് വീൽസ് ആണ് വെഹിക്കിളിന് വരുന്നത്. 215 60 R17 ആണ് വീൽ സൈസ് വരുന്നത്, ടയർ സൈസ് വരുന്നത്. പിന്നെ നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു ബ്ലാക്ക് ക്ലാഡിങ് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, ബാക്കിലോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു പവർ ലൈൻസ് ഒക്കെ കാണാം സൈഡിൽ. ഈ ഫെൻഡറിന്റെ അവിടെ അതൊരു ഡിസൈൻ എലമെന്റ് ആയിട്ട് ഇരിക്കുന്നത്. പക്ഷെ നല്ല കട്ടിങ് ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നേരെ സൈഡിലേക്ക് സൈഡ് മിറർ വരുമ്പോഴത്തേക്കിനും ബോഡി കളർ വരുന്നുണ്ട്, ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ 360യുടെ ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നത് കൊണ്ട് അതിന്റെ ലെയിൻ കീപ്പ് അസിസ്റ്റ് അങ്ങനെയുള്ള ഒരുപാട് അഡാസിന്റേതായ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതിനെല്ലാം ഈ ക്യാമറയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഇവിടെയും കാണാം എന്റെ ക്യാമറ. അത് ഈ നമുക്ക് ഈ ഉള്ള അഡാസിന്റെ ഫീച്ചറിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്, കണ്ടോ, അവിടെ കാണാം, ക്യാമറയും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ വേറെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇവിടെ റിക്വസ്റ്റ് സെൻസർ കാണാം. ഈ ഒരു ക്രോമിയം ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽസ് വരുന്നത്. പിന്നെ ABC പില്ലേഴ്സ് എല്ലാം ബ്ലാക്ക് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മേളിൽ ഒരു ഗ്രേ ഫിനിഷ്, ഗ്രേ അല്ല സിൽവർ ഫിനിഷ് ആണ്. സിൽവർ ഫിനിഷിലൊരു റൂഫ് റെയിൽ കാണാം നമുക്ക്. ഓവറോൾ വെഹിക്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4330 ആണ്. നമുക്ക് അതിൽ വീൽ ബേസ് വരുമ്പോഴത്തേക്കും 2610 ആണ് വീൽ ബേസ് വരുന്നത്.
അപ്പൊ നമുക്ക് ഇന്ന് ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് വെക്കേണ്ട വരുന്നത് 190 ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ് അത്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിലും ഡിസ്ക് ബ്രേക്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. 4 വീലും ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു സിൽവർ ആ ഒരു ഫിനിഷ് ഇങ്ങനെ ഈ ഒരു സി പില്ലർ ഇങ്ങനെ ലേക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് പഴയ ക്രെറ്റ, അതായത് നേരത്തെ ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ക്രെറ്റയുടെ തന്നെയാണ്. സൈഡ് ഡിസൈനിൽ വലിയ മാറ്റങ്ങളില്ല. പിന്നെ ഈ ചെറിയ ഈ ഒരു പവർ ലൈൻസ് ഉണ്ട്, ഈ ഒരു ലൈൻസിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് മാറ്റങ്ങൾ വന്നേക്കുന്നതെന്ന് തോന്നുന്നു. മെയിനായിട്ട് സൈഡിലല്ല, മെയിനായിട്ടും ഫ്രണ്ടും ബാക്കിലുമാണ് കൂടുതൽ വ്യത്യാസം വന്നേക്കുന്നത്. പിന്നെ ഈ വെഹിക്കിളിന്റെ സ്റ്റീൽ, ഹൈ സ്ട്രെങ്ത് സ്റ്റീലാണ് ഇപ്പോൾ വെഹിക്കിളിന് യൂസ് ചെയ്തേക്കുന്നത്. അത് കൂടുതൽ നമുക്ക് ഈ ഒരുപാട് നമുക്ക് വെഹിക്കിളിന്റെ ആ ഒരു മൈലേജ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറച്ചുകൂടെ സ്ട്രോങ് ആണ് സേഫ്റ്റി വൈസ് ഒക്കെ നോക്കുമ്പോൾ. അതാണ് അതിന്റെ ഒരു ഗുണം. പിന്നെ നമുക്കിനിപ്പോ നേരെ ബാക്ക് ഡിസൈനിലേക്ക് പോകാം. യെസ്, റിയർ ഡിസൈനും നമുക്ക് ഫ്രണ്ട് ഡിസൈൻ കാര്യം പറയുന്നത് നല്ല ഒരു ചേഞ്ചസ് ആണ് റിയറിലും വന്നേക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ഒക്കെ നമുക്ക് കാണാം ഇവിടെ. അതിങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ രണ്ട് ടെയിൽ ലാംപ്സ് എല്ലാം LED ആണ്. സീക്വൻഷ്യൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അത് ഈ ഹസാർഡ് ഇടുമ്പോൾ അറിയത്തില്ല, നമുക്ക് ഈ ഇൻഡിക്കേറ്റർ ആയിട്ട് ഇടുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഹസാർഡിൽ നോർമൽ ബ്ലിങ്ക് ചെയ്യുന്ന രീതി തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് നേരെ മേളിലൊരു ഷാർപ്പിൻ ഹാൻഡ് വരുന്നുണ്ട്. നല്ല ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിനാണ് കൊടുത്തേക്കുന്നത്. വൈറ്റ് വെഹിക്കിളാണ്ട് അത് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്പോയിലർ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്പോയിലറാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലും ബോഡി കളറിലുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഒരു സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അതിൽ. പിന്നെ ഡിഫോർഗർ, റിയർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ SX എന്നുള്ള ടോപ്പ് ആൻഡ് ട്രിം ആണ്. SX ഓപ്ഷൻ ആണ്. അതിന്റെ SX എന്നുള്ള വേരിയന്റിന്റെ അത് കൊടുത്തേക്കുന്നുണ്ട്. ബാഡ്ജിങ് വരുന്നുണ്ട്. പിന്നെ സെൻസേഴ്സ് അതിന്റെ നമുക്ക് താഴെ ഇവിടെ കാണാം സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ അതിന്റെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ പോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഗൺമെറ്റൽ ഗ്രേ ഫിനിഷിൽ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ വരുന്ന ഒരു ബമ്പറിന്റെ ഒരു എലമെന്റ് വരുന്നുണ്ട് വെഹിക്കിളിന്. അത് നല്ല കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ വരുന്നുണ്ട്. ആ ഒരു കളറിലൊക്കെ വന്നേക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഇവിടെ ഈ ഒരു എലമെന്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അത് റിവേഴ്സ് ലാമ്പ് ആണ്. ഈ രീതിയിലാണ് ഇപ്പോൾ റിവേഴ്സ് ലാമ്പ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത് എനിക്ക് കുറച്ചുകൂടെ വിസിബിലിറ്റി കൂട്ടുകയും ചെയ്യും. അവിടെ സെന്ററിൽ വന്നേക്കുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും. സെന്ററിൽ ഇവിടെ ഈ ഒരു താരയായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ അതിന്റെ ക്രെറ്റ എന്നുള്ള ബാഡ്ജിങ് ആണ്. ഈ ബാക്ക് ഡിസൈന് നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് വണ്ടിയത്തെ ഒരു വൈഡ് വ്യൂവിൽ നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഒരു സ്പോർട്ടി ഫീല് നമുക്ക് ബാക്കിലും നല്ല രീതിയിൽ കാണാം വെഹിക്കിളിന്റെ. ഇനിയിപ്പോ നമുക്ക് നേരെ ബൂട്ട് സ്പേസ് ചെക്ക് ചെയ്യാം. നല്ല 433 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആണ്. ഒരു 2-3 പെട്ടി വെക്കാവുന്ന, വലിയ പെട്ടിയൊക്കെ വെക്കാവുന്ന രീതിയിൽ തന്നെ ഉള്ള ഒരു സ്പേഷ്യസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബോസിന്റെ ആ സബ് വൂഫർ ആണ് വരുന്നത്. 8 സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട് ബോസിന്റെ. ഇവിടെ നമുക്ക് ചെറിയൊരു ആ ഒരു സ്പേസ് ഒക്കെ അവർ മാനേജ് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ആ ഒരു സ്പേസും കളയാതെ നമുക്ക് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ വെക്കാം. ഇവിടെയും കാണാം നമുക്ക്. അവിടെ മേളിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇതാണ്ട് ഇവിടെ സൈഡിൽ ഇവിടെ ഒരു പാർസൽ ട്രെയും വരുന്നുണ്ട് മേളില്. ഇവിടെ സ്പെയർ ടയർ വരുന്നുണ്ട്. ഇതിനകത്താണ് സ്പെയർ ടയർ. 16 ഇഞ്ചാണ് സ്പെയർ ടയർ വരുന്നത്. നോർമൽ ടെയിൽ ഗേറ്റ് ആണ്. ഇലക്ട്രിക്കലി ഉള്ള ഓപ്പണിംഗ് ഒന്നും അല്ല വരുന്നത്, നോർമലാണ്. അപ്പൊ നമുക്കിനി നേരെ ഇന്റീരിയർ ഡിസൈനിലേക്ക് പോകും. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ പുതിയ ക്രെറ്റയുടെ ഇന്റീരിയർ ആണ് ഈ കാണുന്നത്. ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് ഇന്റീരിയറിൽ വന്നേക്കുന്നത്. നല്ല നീറ്റ്ലി പ്ലേസ് ചെയ്തേക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഡാഷ്ബോർഡ് ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു 2-3 കളർ ലേ ഔട്ടിലൊക്കെയാണ് ഡാഷ്ബോർഡ് മൊത്തം ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷ് കാണാം. ഇവിടെ ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ബീച്ച് കളറിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കോപ്പർ ഫിനിഷ് ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബ്ലാക്ക് ഒരു കളർ പോകുന്നുണ്ട്. ബ്ലാക്ക് അല്ല, ഒരു ഗ്രേ ബ്ലാക്ക് അങ്ങനത്തെ ഒരു കളറിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പറയുമ്പോഴത്തേക്കും എന്താണ്ട് ഈ ഒരു സ്ലീക്ക് ഡിസൈൻ കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇവിടെ റേസ് ഇവന്റ് വന്നേക്കുന്നതും അത് ആ ഡിസൈൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തേക്കുന്നതൊക്കെ നല്ല ഭംഗിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ
വലിയ പ്രീമിയം കാഴ്ചയിലൊക്കെ കാണുന്ന ആ ഒരു ഇപ്പൊ നമ്മൾ ബെൻസിലൊക്കെ ആയിരുന്നു പണ്ട് കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ഇത്രയും വലിയൊരു സ്ക്രീനും കാര്യങ്ങളും അതായിട്ട് ഇപ്പൊ നമുക്കിങ്ങനെ നമ്മുടെ ക്രെറ്റയിൽ വന്നേക്കുന്നുണ്ട്. 10.25 2 സ്ക്രീൻ ഒന്നിച്ച് കൊടുത്തേക്കുവാണ് ഒറ്റ ഇതായിട്ട്, അതായത് ക്ലസ്റ്ററും ഇൻഫർടൈൻമെന്റും ആയിട്ട്. ഈ ഇൻഫർടൈൻമെന്റിനകത്ത് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതായത് നാവിഗേഷന്, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, അങ്ങനെയുള്ള വയർലെസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഓൾമോസ്റ്റ് 70+ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഹുണ്ടയുടെ ബ്ലൂ ലിങ്ക് ആപ്പ് വരുന്നുണ്ട്. പിന്നെ അലക്സ കണക്ടിവിറ്റി ഉണ്ട്. അലക്സ ഹോം ടു കാർ അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മളിപ്പം വീട്ടിൽ അലക്സ കണക്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കാറുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ വണ്ടി പുറത്ത് AC ഒക്കെ ഓൺ ആക്കുക, അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അലക്സയോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഇതിനകത്ത് എല്ലാ ഫീച്ചേഴ്സും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നേരെ താഴോട്ട് വരുമ്പോഴത്തേക്കിനും വളരെ നീറ്റ്ലി ആണ് ഈ ഒരു AC-യുടെ കൺട്രോൾസ് ഒക്കെ കൊടുത്തത്. ഫിസിക്കൽ സ്വിച്ചസ് ഒക്കെ നല്ല പോലെ കൊടുത്തിട്ടുണ്ട്. മൊത്തം ടച്ചിലും അങ്ങനെ മാത്രമായിട്ടല്ല, ഫിസിക്കൽ സ്വിച്ചസ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ ഇങ്ങനെ ഒരു ടോഗിൾ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 2 AC വെന്റ്സ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് കാണാം. അതൊക്കെ നല്ല ഈ ഒരു ഡിസൈൻ എലമെന്റിൽ അത് കൊടുത്തേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അതായത് ഒന്നും ഇങ്ങനെ മുഴച്ചു നിൽക്കുന്ന രീതിയിലൊന്നും അല്ല കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ ഇങ്ങനെ അങ്ങ് പോയേക്കുക, ഒരു സ്ലീക്ക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റബ്ബറി ഫീലിൽ ഇവിടെ നമുക്ക് മൊബൈലോ കാര്യങ്ങളോ എന്തെങ്കിലും വെക്കണമെങ്കിൽ ആ രീതിയിൽ ഇവിടെ ഒരു റബ്ബർ എഫക്റ്റിലാണ് ഇത് കൊടുത്തേക്കുന്നത്. പിന്നെ നേരെ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവിടെ Type-C പോർട്ട് വരുന്നുണ്ട്, 12 വോൾട്ട് വരുന്നുണ്ട്, USB പോർട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. അതിന്റെ നല്ല ഗിയർ ലിവർ ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് കൊടുത്തേക്കുന്നത്. ലെതറിൽ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഗിയർ നോബാണ് ഈ കാണുന്നത്. പിന്നെ നമുക്ക് ഇത് ഫ്രണ്ട് 2 സീറ്റ്സും നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അതിന്റെയാണ് ഈ സ്വിച്ചസ് രണ്ടും കാണുന്നത്. പിന്നെ വേണ്ടത് ഇത് നമുക്ക് ക്യാമറയുടെ 360 വ്യൂ ക്യാമറയാന്ന് ഞാൻ പറഞ്ഞില്ല, അതിന്റെയാണ് കാണുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാം അതിന്റെ വിഷ്വൽസ് ഒക്കെ. അത് നമുക്ക് കണ്ടുപിടി ഇങ്ങനെ ഓവറോൾ കണ്ടോ, വണ്ടിയുടെ മൊത്തത്തിൽ വണ്ടി കിടക്കുന്ന സ്ഥലത്തിന്റെ അതിന്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം. പിന്നെ നേരെ ആയിട്ട് വരുമ്പോഴത്തേനും ഇവിടെ 2 കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്ക് വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. അഡ്ജസ്റ്റബിൾ അല്ല, പക്ഷെ അതിനകത്ത് ഒരു സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ സീറ്റിന്റെ കളർ എനിക്ക് അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഈ ഒരു ഇന്റീരിയർ മൊത്തത്തിൽ അതുമായിട്ട് ചേരുന്ന രീതിയിൽ തന്നെയാണ് സീറ്റിന്റെ കളേഴ്സ് ഒക്കെ വന്നിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രേയുടെ ഒരു ലൈറ്റ് ഫോമും അല്ലെ ഒരു എന്താ പറയുന്നത് വൈറ്റ് കളർ, വൈറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക്, ആ ഒരു ഗ്രേയുടെ ഒരു ലൈറ്റ് അല്ലെ ബീജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബീജ് ഒന്നും പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ഇവിടെ ഒരു ഡാർക്ക് ഗ്രേ ആണ് ഇതിന്റെ നമ്മുടെ ഈ ഒരു സൈഡ് സറൗണ്ടിങ്സിലൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ അതിന്റെ ഈ ഒരു കോപ്പർ കളറിലുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് പൈപ്പിങ് ഇവിടെ കാണാം, ഓറഞ്ച് അല്ലെ ഈ ഒരു കോപ്പർ പൈപ്പിംഗ് ഒക്കെ സീറ്റിൽ കാണാം. അപ്പൊ വെന്റിലേറ്റർ സീറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ല, അതിന്റെയാണ് ഈ ഹോൾസ് പോലെ കാണുന്നത്, അതിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നേരെ വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഈ ഒരു IRVM ഒക്കെ ഇലക്ട്രിക്കലുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഇവിടെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് നല്ലൊരു പനോരമിക് സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. നല്ല വലിയൊരു പനോരമിക് സൺറൂഫ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ള ഈ സ്റ്റിയറിംഗിലേക്ക് വരാം. സ്റ്റിയറിംഗ് നല്ല സ്പോർട്ടി 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. ഹൈറ്റും റീച്ചും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയുള്ള സ്റ്റിയറിംഗ് വീലാണ്. ക്രൂസ് കൺട്രോള് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ടെലിഫോണിക് സ്വിച്ചസ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് ഇൻഫർടൈൻമെന്റ് മോഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലസ്റ്ററിന്റെ ഓരോന്ന് നമുക്ക് മാറ്റാനും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. കോമ്പസ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. ഡിസ്റ്റൻസ് ടു MT അങ്ങനെയുള്ള എല്ലാം ഇത് നല്ല ഡിജിറ്റലി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഒരുപാട് വലുപ്പത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല വിസിബിൾ ആണ് നമുക്ക്. അതിന്റെ ഒരു ഗ്രാഫിക്സും ഒക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഒന്നും നമുക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലല്ല കൊടുത്തേക്കുന്നത്. പിന്നെ എനിക്ക് വെഹിക്കിളിന് ഇന്നിപ്പോ ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണിക്കാം 15.2 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് എനിക്ക് ആവറേജ് മൈലേജ് കിട്ടിയത്. അതായത് ഞാൻ ഈ സിറ്റി ഈ ടെസ്റ്റ് ഡ്രൈവിന്റെ ഭാഗമായിട്ട് ഓടിച്ചപ്പോൾ പോലും എനിക്ക് ഇത്രയും മൈലേജ് കിട്ടുന്നുണ്ട്.
1.5 ലിറ്റർ എഞ്ചിനാണ്. ഹുണ്ടായിക്ക് നേരത്തെ ഈ പെട്രോൾ എഞ്ചിന് ഒരു മൈലേജ് കുറവ് പണ്ട് നമ്മൾ പറയുമായിരുന്നു. അത് ഇപ്പം കമ്പനി ആ ഒരു കാര്യം കൂടെ നികത്തി ആ ഒരു ടെക്നിക്കലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഈവൻ ഈ സിറ്റി റോഡ്സിൽ പോലും നമുക്ക് ഈ 15 ഒക്കെ കിട്ടുന്ന സ്ഥിതിക്ക് നമുക്ക് ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി 20+ നമുക്ക് ഹൈവേസിൽ കിട്ടും. പിന്നെ ഇതെല്ലാം ഡിപ്പെൻസ്, മൈലേജ് എപ്പോഴും ഡിപ്പെൻസ് നമ്മുടെ ഒരു ഡ്രൈവിംഗ് സ്റ്റൈലും ആ ഒരു രീതിയൊക്കെ അനുസരിച്ചിരിക്കും. അപ്പൊ ഞാനത് മൈലേജ് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിനകത്ത് നമുക്ക് ബോസിന്റെ സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. അതിന്റെ നമുക്ക് 8 സ്പീക്കർ സിസ്റ്റം ആണ് വരുന്നത്. അതിന്റെ 2 സ്പീക്കർ ബോസ് എന്നുള്ള ഡോറിൽ കാണാം നമുക്ക്. പിന്നെ അവിടെ ഒരു ബോട്ടിലൊക്കെ വെക്കാൻ നേരിയുള്ള ബോട്ടിൽ ഹോൾഡറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡോറിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡോറിലും നമുക്ക് ആ ഒരു ഗ്രേയും ഞാൻ പറഞ്ഞ ആ ലൈറ്റ് കളർ ഒരു ഫിനിഷും ഒക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ആ സിൽവർ ഫിനിഷ് ഡോർ ഹാൻഡിലിൽ കാണാം. മേളിലൊരു ട്യൂട്ടർ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. 8 സ്പീക്കർ സിസ്റ്റം ആണല്ലോ, അപ്പൊ അതിന്റെയാണ് ഈ സ്പീക്കേഴ്സ് കാണുന്നത്. പിന്നെ ഈ ഡ്രൈവർ സീറ്റ് വന്നിട്ട് 8-way പവേർഡ് അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ്. ഇത് വന്നിട്ട് നമുക്ക് നോർമലി ഉള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് കോ ഡ്രൈവർ സീറ്റ്. ഡ്രൈവർ സീറ്റ് മാത്രം നമുക്ക് 8-way അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ സ്റ്റിയറിംഗിന്റെ കാര്യം ഞാൻ പറയാലോ, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ്. നല്ല ഹാൻഡിയാണ്, നല്ല ലെതർ റാപ്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള. ഓട്ടോ ഹെഡ് ലാംപ്സ് കാര്യങ്ങൾ അതൊക്കെ ഇപ്പൊ അണ്ടർസ്റ്റുഡ് ആണ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സെഗ്മെന്റ് വെഹിക്കിളിനൊക്കെ അതൊക്കെ ഇപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒക്കെ ഇവിടാണ്. നമുക്കിപ്പോ ക്യാമറ ആ സൈഡിൽ എടുക്കുന്നുണ്ടോ ഞാനത് കാണിക്കത്തെ. ഈ സൈഡിലാണ് എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഒക്കെ വരുന്നത്. ട്രാക്ഷൻ കൺട്രോളിന്റെ ഓഫ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഇതാണ്ട് ലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, മിററിന്റെ അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ആസ് യൂഷ്വൽ നോർമൽ എല്ലാ വെഹിക്കിൾസിനും വരുന്ന പോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. യെസ്, പിന്നെ ഈ ഒരു കാര്യം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഒരു ചെറിയൊരു മാഗ്നറ്റ് ആണ്. ഇത് ചെറിയ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ നമ്മുടെ ഫാമിലി പിക്സോ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മോളുടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട നമുക്ക് ചെറിയ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ ചെറിയൊരു ഫോട്ടോ കൊളാഷ് പോലൊക്കെ ഉള്ള നമുക്ക് ഇവിടെ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറിയൻസ്, നമ്മുടെ ഹുണ്ടായി എന്ന് പറയുന്നത് കൊറിയൻ വെഹിക്കിൾ ആണല്ലോ. ഈ കൊറിയൻസിന്റെ അവർക്കാണെങ്കിൽ അവര് ഓഫീസിലൊക്കെ പോകുമ്പോൾ അവരുടെ ആ ഓഫീസ് സ്പേസിലൊക്കെ അവർ ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ക്യാരി ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പൊ അതിനെ ആ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത്. പക്ഷെ അത് ഒരു ഗുഡി ഫീച്ചർ ആയിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു അങ്ങനെ നമ്മൾ വെഹിക്കിളൊന്നും കണ്ടിട്ടില്ല, നമ്മളൊന്നും അങ്ങനെ പ്ലേസ് ചെയ്യുമെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് എടുത്തു പറഞ്ഞത്. പിന്നെ ഇവിടെ നമുക്ക് ഈ സൈഡിൽ വാനിറ്റി മിറർ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു നല്ല വലിപ്പത്തിലാണ് കൊടുത്തേക്കുന്നത് മിറർ. സാധാരണ വെഹിക്കിളിലൊക്കെ ഒരു ശകലം ചെറുതായിരിക്കും, പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്. അതാണ് ഞാൻ നോട്ടീസ് ചെയ്തത്. ഈ സൈഡിൽ മിറേഴ്സ് ഒന്നും വരുന്നില്ല, നോർമലാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ ബാക്ക് സീറ്റും കൂടെ എന്തൊക്കെയാണ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യെസ്, നമ്മുടെ പുതിയ ക്രെറ്റയുടെ ബാക്ക് സീറ്റ് ആണ് ഞാനിപ്പോ ഇരിക്കുന്നത്. നമ്മള് എനിക്ക് എന്താ പറയാ, നല്ല കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. പിന്നെ ഞാൻ ഈ ഇരിക്കുന്ന ഒരു ഇൻക്ലിനേഷൻ കണ്ടോ, ഇത് നമുക്ക് 2 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ സീറ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോ നല്ല ബാക്കിലോട്ട് ഇട്ടേക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മൾ ചാരി ചെയ്യേണ്ട ഞാൻ ഇരിക്കുന്ന പൊസിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല പോലെ ഇങ്ങനെ ഇരിക്കാം. പിന്നെ വേണ്ട ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ അതാണ് പറഞ്ഞത്. വേണ്ടേ മേലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇതാണ് ശരിക്കും പറയാൻ നമ്മൾ നോർമൽ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു പൊസിഷൻ ആയിരുന്നു. ഇത് 2 രീതി, ഒരു പോയിന്റ് കൂടെ താത്തിട്ട ഇത്ര ഇൻക്ലിനേഷൻ കിട്ടും. അതാണ് ആദ്യം പറയാനുള്ളത്. പിന്നെ നമുക്ക് സെന്റർ ടണൽ ഒന്നും വലിയ രീതിയിൽ വരുന്നില്ല ഒട്ടും തന്നെ. അത് നമുക്ക് ഒരു സെന്റർ ടണൽ എന്ന് പറയാനില്ല, നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ കിടക്കണം. ഒരു ചെറിയൊരു രീതിയിൽ റീച്ച് ചെയ്ത് നിൽക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും അല്ല. പിന്നെ നമുക്ക് തൈ സപ്പോർട്ടൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തൈ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ നല്ല നീ റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലെഗ് റൂം കുഴപ്പമില്ല. ഇതിപ്പോ എന്റെ സീറ്റിംഗ് പൊസിഷനിലാണ് ഈ കിടക്കുന്നത്. ഈ സീറ്റ് ശകലം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു ശകലം ബാക്കിലോട്ടാണ് കിടക്കുന്നത്. എന്നിരുന്നാൽ പോലും തന്നെ നമുക്ക് ഇത്രയും തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള രീതി തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ വേണ്ട ഈ ഒരു സീറ്റ് ഇത് കണ്ടോ, ഇത് നല്ല കുഷനിയാണ്, നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ഈ വണ്ടിയിൽ വെഹിക്കിളിന് നമുക്ക് ഇത് വരുന്നുണ്ട്. ഈ ഒരു കുഷ്യൻസ് വരുന്നുണ്ട്. ഈ നമ്മുടെ ഹെഡ് റെസ്റ്റിൽ ഇങ്ങനെ ഈ 2 പില്ലോസ് വരുന്നുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല സോഫ്റ്റ് മെറ്റീരിയലുമാണ് കാണാൻ. പിന്നെ നമുക്ക് നേരെ വരുമ്പോഴത്തേനും ഇവിടെ 2 AC വെന്റ്സ് വരുന്നുണ്ട് ബാക്കിൽ. അത് നല്ല ഭംഗിയുണ്ട്. അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ കാണാൻ വളരെ നല്ല ചെറിയ രീതിയിൽ പ്ലേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 ഫാസ്റ്റ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫയൽ പോക്കറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റിന്റെ ബാക്കിൽ. ഈ സീറ്റിന്റെ ഈ ബാക്ക് ഒക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല രീതിയിൽ അത്
കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സീറ്റിന്റെ ആ ഒരു ഈ മെറ്റീരിയൽ ഒന്നും ഇങ്ങോട്ട് കിടപ്പില്ല. കാരണം ഇത് ഇങ്ങനെ വെച്ച് കവർ ചെയ്തതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് അത് ഇരിപ്പുണ്ട്. നല്ല രസമുണ്ട് അത് കാണാനാണെങ്കിലും. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു ഫയൽ പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഒരു സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്, സൺഷെയ്ഡ് വരുന്നുണ്ട്. കണ്ടോ, മാനുവലി ഉയർത്തി വെക്കാവുന്ന ഒരു സൺഷെയ്ഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എല്ലാം ഫ്രണ്ടിലത്തെ പോലെ തന്നെ ഇവിടെ ബോസിന്റെ സ്പീക്കർ സിസ്റ്റം വരുന്നുണ്ട്. സ്പീക്കേഴ്സ് ഒക്കെ അവിടെ കാണാം. നമുക്ക് ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യെസ്, അപ്പൊ എത്രയാണ്. പിന്നെ നമുക്ക് ഈ ഒരു സൺറൂഫ്, പാനോറമിക് സൺറൂഫ് നമുക്ക് നല്ല വിസിബിൾ ആണ്. നമ്മൾ ഈ ബാക്കിൽ ഇരിക്കുന്നവർക്ക് ഇവിടെ വരെ നമുക്ക് ബാക്കിൽ ഇത്രയും വരുന്നുണ്ട്. ആ ഒരു റൂഫ് ഏരിയ, ആ ഒരു ഗ്ലാസ് ഏരിയ ഇത്രയും വരുന്നുണ്ട്. ഇവിടെ കണ്ട റീഡിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല വൺ ടച്ച് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത്. യെസ്, അപ്പൊ ഇത്രയാണ്. പക്ഷെ നല്ല ബാക്ക് സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. മെയിൻ ആയിട്ട് ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇതിൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ നമുക്ക് കൈ വെക്കാവുന്ന രീതിയിലാണ്. ഐസോഫിക്സ് മൗണ്ട് ചെയ്യാവുന്ന രീതിയിലാണ് സീറ്റ്സ് വരുന്നത്. യെസ്, അപ്പം ഇത്രയാണ് ബാക്കിലെ സീറ്റും കാര്യങ്ങളുടെ നമുക്കിവിടെ വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം. ഇനി നേരെ ഡ്രൈവ് വീഡിയോയിലേക്കാണ് പോകുന്നത്. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിനകത്ത് അഡാസ് ഫീച്ചേഴ്സിന്റെ കുറച്ച് ഫീച്ചേഴ്സ് ലിസ്റ്റ്, ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് ലിസ്റ്റുകൾ പറയാം. മെയിൻ ആയിട്ട് നമുക്ക് കണ്ട് ഇവിടെ നമുക്ക് ഫോർവേഡ് സേഫ്റ്റി വരുന്നുണ്ട്, ഫോർവേഡ് ലെയിൻ സേഫ്റ്റി, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ. ഈ ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ തന്നെ ഉണ്ടോ, നമുക്ക് ഇവിടെ ഈ ക്യാമറയിൽ കൂടെ ഈ വിഷ്വൽ കാണിക്കും. നമുക്ക് സൈഡ് വ്യൂ മിററിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന അതേപോലെ തന്നെ ആ വിഷ്വലിൽ നമുക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് ഇടുവാണെങ്കിൽ നമുക്ക് ഇവിടെയും കാണാൻ പറ്റും. കണ്ടോ, ഇതാണ്. പിന്നെ ഡ്രൈവർ അറ്റൻഷൻ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിന് വരുന്നുണ്ട്. അതാണ് ഈ അഡാസ് ലെവൽ 2 ആണ്. ലെവൽ 2 കയറുമ്പോഴത്തേക്കും ഇത്രയും ഫീച്ചേഴ്സ് ആണ് വെഹിക്കിളിന് വരുന്നത്. അതിനകത്ത് ഡ്രൈവിംഗ് സേഫ്റ്റി ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ ഫോർവേഡ് സേഫ്റ്റി, ലെയിൻ സേഫ്റ്റി, അതായത് ലെയിൻ കീപ്പ് അസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ കാണിച്ചത്. ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ മോണിറ്റർ, സേഫ്റ്റി എക്സിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് വരുന്നത്. പിന്നെ സറൗണ്ട് വ്യൂ മോണിറ്റർ തൊട്ട് അത് നമുക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ്. റിയർ ക്രോസ് ട്രാഫിക് സേഫ്റ്റി, നമ്മൾ വെഹിക്കിൾ പുറമോട്ട് എടുക്കുന്ന സമയത്ത് വേറെ വെഹിക്കിൾ എന്തെങ്കിലും വരുമോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ്. അതാണ് ഈ അഡാസ് ഫീച്ചേഴ്സിനകത്ത് വരുന്നത്. പിന്നെ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അഡാസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലെവൽ 2 വരുന്ന എല്ലാ ഫീച്ചേഴ്സും വെഹിക്കിളിന് വരുന്നുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ ക്രെറ്റയുടെ ഡ്രൈവ് വീഡിയോയിലേക്ക് പോവാം. ഞാൻ എ സിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഡ്യുവൽ സോൺ എ സി ആണ്, ആദ്യം പറഞ്ഞില്ലായിരുന്നു തോന്നുന്നു. അതായത് നമുക്ക് ഡ്രൈവറിനും കോ ഡ്രൈവർ സീറ്റിലും നമുക്ക് 2 ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. അതിനാണ് ഇവിടെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഡ്യുവൽ സോൺ എ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡ്രൈവിന്റെ കാര്യത്തിലേക്ക് പോകാം. ഡ്രൈവ് നമ്മളിപ്പോ ഇന്ന് എടുത്തേക്കുന്ന ഈ വെഹിക്കിൾ നമുക്ക് 1.5 ലിറ്റർ എഞ്ചിൻ, മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആണ്. ഇതിന്റെ പവർ ഫിഗേഴ്സ് വരുമ്പോഴും 115 PS പവറും 143 Nm ടോർക്കും ആണ് വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഇത് ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. അത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ, SX ഓപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് വെഹിക്കിൾ നമ്മൾ
ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഗിയർ, ഒരു ആക്സലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് സ്പെക്കിലോ പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. NVH ലെവലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു നോയിസും അകത്തേക്ക് കടക്കുന്നില്ല. പിന്നെ എഞ്ചിൻ വളരെ പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നല്ല സൈലന്റ് ആണ്. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ മാനുവൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ കാലുകൊടുത്ത് പോകുമ്പോഴൊക്കെ നല്ല ഒരു ഫീഡ്ബാക്ക് തരുന്ന രീതിയിൽ തന്നെയാണ്. നല്ല റെസ്പോൺസീവ് ആണ് എഞ്ചിന്. മോശമല്ലാത്ത നല്ലൊരു പവർ ഫിഗേഴ്സും ആണല്ലോ വെഹിക്കിളിന് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു പവർ ഫിഗേഴ്സ് ആണ്. ഈ വെഹിക്കിളിന് നമുക്ക് ടർബോ 1.5 ലിറ്റർ ടർബോ എഞ്ചിനും വരുന്നുണ്ട്, പിന്നെ 1.5 ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. അപ്പൊ ഇതിലിപ്പോ നമ്മളിപ്പോ എടുത്ത ഡ്രൈവിന് വന്ന വെഹിക്കിൾ എന്ന് പറയുന്നത് 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനാണ്, പെട്രോൾ എഞ്ചിനാണ്. അതിന്റെ പവർ ഫിഗർ ആണ് ഞാൻ ഈ പറഞ്ഞത്. മറ്റേ 1.5 ലിറ്റർ ടർബോ വരുമ്പോഴത്തേക്കിനും 160 PS പവർ വരും. ഡീസൽ വരുമ്പോഴത്തേന് അതിന്റെ പവർ വരുന്നത് 115 ആ റേഞ്ച് അങ്ങാണ്ടാണ്. എനിക്ക് എക്സാക്ട് ഓർമ്മ 115 ആ റേഞ്ചാണ് ഡീസലിന്റെ ഒരു പവർ വരുന്നത്. അപ്പൊ നമുക്ക് നേരെ ഇപ്പൊ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന വെഹിക്കിളിലേക്ക് വരുമ്പോഴത്തേക്കും പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് സ്റ്റിയറിംഗിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ വളരെ ലൈറ്റ് ആണ്, വളരെ സിമ്പിൾ ആണ്. നമുക്ക് സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പൊ ഞാൻ ഈ ഒരു യൂട്ടേൺ ഒക്കെ തന്നെ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും എഫോർട്ടൊന്നും ഇല്ല. വളരെ ഫ്രീ ആയിട്ട് എടുത്തു പോകാവുന്ന ഒരു സ്റ്റിയറിംഗും കാര്യങ്ങളും, വളരെ കംഫർട്ടബിൾ ആയിട്ട് പിടിക്കുകയൊക്കെ ചെയ്യാം. സ്റ്റിയറിംഗിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇത് നമുക്ക് നല്ല ഇത് സ്റ്റിയറിംഗ് ഒക്കെ നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ നമുക്ക് സസ്പെൻഷന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ മക്ഫേർസൺ സ്റ്റഡ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിൽ ടോർഷൻ ബീം സെറ്റപ്പ് ആണ് വരുന്നത്. നല്ല കുഴപ്പമില്ലാത്ത ഒരു നല്ല സസ്പെൻഷൻ ആണ്, നല്ല കംഫർട്ട് തരുന്നുണ്ട്. ഡ്രൈവിൽ നമുക്ക് ഉടനീളം ഒരു ജെർക്കോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു ടേണൊക്കെ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്കതൊന്നും വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഒരു എന്താ പറയുന്നത് മൊത്തം ഒരു എന്താ റാറ്റിന് അല്ലെങ്കിൽ ഒരു റോളിംഗ്, ബോഡി റോളിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തന്നെയല്ല ഇത് മോണോകോക്ക് ഷാസിയാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതൊന്നും വരത്തില്ല. സസ്പെൻഷന്റെ ഭാഗത്തുനിന്ന് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ ആണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഗിയർ വന്നിട്ട് നമുക്ക് ക്ലച്ചൊക്കെ മാനുവൽ ആയതുകൊണ്ട് ക്ലച്ച് വരുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് ക്ലച്ചാണ്, വലിയ ഹാർഡൊന്നും അല്ല. നമുക്ക് എന്താ പറയാ, നമുക്ക് യൂഷ്വലി ഉള്ള ഇപ്പൊ ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്ന, കാലിന് പെയിൻ ഒന്നും വരുന്ന രീതിയിലുള്ള ഒരു ഹാർഡ് ക്ലച്ച് ഒന്നും അല്ല, വളരെ ലൈറ്റ് ആണ് ക്ലച്ച്. പിന്നെ ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഒരു സ്മൂത്ത് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ ആണ്. 6 സ്പീഡാണ് ട്രാൻസ്മിഷൻ വരുന്നത്. അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ വെഹിക്കിളിന്റെ ഡ്രൈവിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. 6 എയർ ബാഗ്സ്, കട്ടൺ എയർ ബാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. ABS, EBD അങ്ങനെയുള്ള ESC, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ അങ്ങനെയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ആഡ് ഓൺ ആണ് വെഹിക്കിളിന്. അത് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെയുള്ള പിന്നെ അഡാസ് ലെവൽ 2 ആണ്. അപ്പൊ അത്രയും സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞ സേഫ്റ്റി ഫീച്ചേഴ്സ് എല്ലാം വെഹിക്കിളിന് വരുന്നുണ്ട്. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും ഒരു ഇതുമില്ല. 6 എയർ ബാഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ഹുണ്ടായി ക്രെറ്റയുടെ വീഡിയോ അത്രയാണ്. നമ്മുടെ ഈ ഒരു വെഹിക്കിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് പോപ്പുലർ ഹുണ്ടായി വൈറ്റ്ല ഷോറൂം ആണ്. അവിടുത്തെ നമുക്ക് മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ഷഹീർ സാറാണ് നമുക്ക് ഈ വെഹിക്കിളൊക്കെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തന്നത്. നിങ്ങൾക്ക് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഈ ഒരു സെഗ്മെന്റ് നോക്കുന്നവർ ഉറപ്പായിട്ടും ഇത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. നല്ലൊരു വെഹിക്കിൾ ആണ്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രിപ്ഷൻ, നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് തന്നെ നമുക്ക് എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെഹിക്കിൾസ് തുടരെ ചെയ്യാൻ പറ്റും. അപ്പം സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.